ഡയമണ്ട്സ്, എരമല്ലൂർ, വടതല. കൊച്ചി വിമാനത്താവളത്തിലെ ഹജ്ജ് ക്യാമ്പിന്റെ ഉദ്ഘാടനം മന്ത്രി പി രാജീവ് നിർവഹിച്ചു. കൊച്ചി വിമാനത്താവളത്തിലെ ഹജ്ജ് ക്യാമ്പിന്റെ ഉദ്ഘാടനം മന്ത്രി പി രാജീവ് നിർവഹിച്ചു. ഹജ്ജ് യാത്രയ്ക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും സർക്കാർ ഒരുക്കിയിട്ടുണ്ടെന്നും പോരായ്മകളുണ്ടെങ്കിൽ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ പരിഹരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. പിന്നെ ഇന്ത്യയിൽ ഒരിടത്തും ഒരു എയർപോർട്ടും നേരിട്ട് ഈ കാര്യങ്ങളിൽ ഇതിന്റെ ഭാഗമാകുന്നില്ല. ഒരിടത്തും ഭാഗമാകുന്നില്ല. നമ്മളിവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടി വന്നത് കോവിഡ് കാലത്താണ്. കോവിഡ് വന്നപ്പോൾ ഒറ്റ പോയിന്റായപ്പോൾ എല്ലാവരും കൊച്ചിയിലേക്ക് വന്നു. ഇതിലൊരു പ്രത്യേകത, കക്ഷി രാഷ്ട്രീയം നോക്കാതെ മറ്റ് പല സംഘടനകളും സമുദായത്തിനകത്ത് തന്നെ ഉണ്ടാകുമല്ലോ, അതൊന്നും നോക്കാതെ എല്ലാവരും ഒരേ മനസ്സോടുകൂടി പൂർണ്ണമായി നിന്നുകൊണ്ടാണ് അന്നും ആ കോവിഡ് കാലഘട്ടത്തിൽ ഇവിടുത്തെ മാത്രമല്ല, ലക്ഷദ്വീപ്, തമിഴ്നാട്ടിൻ്റെ കുറച്ച് പേരുണ്ടായിരുന്നു, കേരളത്തിൻ്റെ മൊത്തം നമ്മൾ ഏറ്റെടുക്കേണ്ടി വന്നു. ഒരു കുറവുമില്ലാതെ ആ ഘട്ടത്തിൽ നമുക്ക് ആ ചുമതല നിർവഹിക്കാൻ കഴിഞ്ഞു. ഇപ്പോഴും അതേപോലെ തന്നെയാണ്. നേരത്തെ തന്നെ ഹജ്ജ് ന്യൂനപക്ഷകാര്യ വകുപ്പ് മന്ത്രി ശ്രീ അബ്ദുൾ റഹ്മാൻ പങ്കെടുത്ത് ഇവിടെ പ്രത്യേകം യോഗം ചേർന്നു. തിരുവനന്തപുരത്ത് എല്ലാ 3 എംബാർക്കേഷൻ പോയിന്റുകളുമായി ബന്ധപ്പെട്ട ആലോചന യോഗം ചേർന്നു. നമ്മൾ ഇവിടെ തന്നെ പോകുന്നവരുടെ കൂടെ 40 ഉദ്യോഗസ്ഥരോട് നയിക്കുന്നത്. എനിക്കോട് കേരളത്തിലാകെ 105 പേരെ നമ്മൾ അയക്കുന്നുണ്ട്, സർക്കാർ ഉദ്യോഗസ്ഥരെ. ഡിഗ്രി കഴിഞ്ഞ് ഹജ്ജോ കർമ്മമോ ഉംറയോ നിർവഹിച്ചിട്ടുള്ള ആളുകളെയാണ് നമ്മൾ പ്രത്യേകം തെരഞ്ഞെടുത്ത് അയക്കുന്നത്. ഒരു വിമാനത്തിൽ ഒരാൾ എന്ന മട്ടിലാണ്. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സക്കാഫി ചുള്ളിക്കാട് അധ്യക്ഷത വഹിച്ചു. കേരളത്തിലെ 3ാമത്തെ ഹജ്ജ് എംബാർക്കേഷൻ ക്യാമ്പാണ് കൊച്ചിയിലേത്. സൗദി എയർലൈൻസ് ആണ് കൊച്ചിയിൽ നിന്നുള്ള ഹജ്ജ് സർവീസ് നടത്തുന്നത്. കൊച്ചിയിൽ നിന്നുള്ള ആദ്യ വിമാനം തീർത്ഥാടകരുമായി വൈകിട്ട് പുറപ്പെട്ടു. 8:30 രണ്ടാമത്തെ വിമാനം. ഇരു വിമാനങ്ങളിലുമായി 259 യാത്രക്കാർ വീതം ഉണ്ടായി. ജിദ്ദ വഴി മക്കയിലെത്തുന്ന തീർത്ഥാടകർ ഹജ്ജ് കർമ്മം പൂർത്തിയാക്കിയ ശേഷം മദീന സന്ദർശനത്തിനായി പുറപ്പെടും. മദീനയിൽ നിന്നാണ് നാട്ടിലേക്ക് മടങ്ങുന്നത്. 6000-ഓളം തീർത്ഥാടകരാണ് കൊച്ചി വിമാനത്താവളം വഴി ഈ വർഷം പോകുന്നത്. കേരളത്തിൽ നിന്നുള്ളവർക്ക് പുറമെ തമിഴ്നാട്ടിൽ നിന്നുള്ള 199 തീർത്ഥാടകരും ലക്ഷദ്വീപിൽ നിന്നുള്ള 111 പേരും കൊച്ചി വഴിയാണ് പോകുന്നത്. 21 ഹജ്ജ് വിമാന സർവീസുകളാണ് ആകെ ഉണ്ടാവുക. 30-നാണ് അവസാന വിമാനം കൊച്ചിയിൽ നിന്ന് പുറപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, നെടുമ്പാശ്ശേരി.